ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ സദ്യയിലെ തന്നെ മറ്റൊരു വിഭവമായിട്ടുള്ള വറുത്ത ക്യാബേജ് തോരനുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഈ ഒരു തോരൻ 2-3 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കുന്നതാണ്. നമ്മുടെ തോരന് വേണ്ടിയിട്ട് ഒരു വലിയ ക്യാബേജിൻ്റെ പകുതി കഷ്ണം വളരെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് നല്ല ചുവട് കട്ടിയുള്ള ഒരു പാത്രമാണ്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ ഈ ഉഴുന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് വന്ന ഉഴുന്നിലേക്ക് ഒരു 4-5 വറ്റൽമുളക് ചേർക്കണം. കുറച്ചധികം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാബേജും ഒരു വലിയ സവാള ഇതേപോലെ തന്നെ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കണം. നമ്മുടെ സവാളയും ക്യാബേജും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതെല്ലാം കൂടി ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ തോരൻ നമ്മൾ അടച്ചു വയ്ക്കാതെ വേണം തയ്യാറാക്കി എടുക്കേണ്ടത്. കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. വെള്ളം ചേർക്കാതെ നമ്മളിങ്ങനെ ഇളക്കി എടുക്കുന്നത് കൊണ്ടാണ് നമുക്കിത് 2-3 ദിവസം വരെയൊക്കെ പുറമെ കേടുകൂടാതെ തന്നെ സൂക്ഷിക്കാൻ പറ്റുന്നത്. നമ്മുടെ ക്യാബേജ് ഉള്ളിയൊക്കെ വെന്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് വേണ്ടിയുള്ള അരപ്പ് തയ്യാറാക്കണം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങയിലേക്ക് ഒരു 7-8 ചെറിയ ഉള്ളിയും 4 വെളുത്തുള്ളി അല്ലിയും ചേർത്ത് ചെറുതായി ചതച്ചെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ഒന്ന് ഒതുക്കിയെടുക്കണം. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇനി അരപ്പ് നമുക്ക് വെന്ത് വന്ന ക്യാബേജിലേക്ക് ചേർത്ത് കൊടുക്കണം. ഈ തേങ്ങ അരപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. നമ്മളിപ്പോൾ ചേർത്ത ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് കിട്ടണം. നമ്മൾ തീയലിനൊക്കെ മൂപ്പിക്കുന്ന പോലെ നന്നായിട്ട് മൂത്ത് കിട്ടണം. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ നമുക്ക് നല്ല കുറഞ്ഞ തീയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ഇളക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി ഞാനിവിടെ ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം മുതലേ ഒരു വലിയ പാത്രത്തിൽ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏകദേശം 80% മൂത്ത് വന്ന ഈ തോരനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ എല്ലാം തന്നെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് കൈയെടുക്കാതെ വളരെ കുറഞ്ഞ തീയിൽ ഇത് മൂപ്പിച്ചെടുക്കണം. ഈ പൊടികളെല്ലാം ചൂടാകുന്ന സമയം കൊണ്ട് തന്നെ നമ്മുടെ തോരൻ 100% നന്നായിട്ട് തോർന്ന് കിട്ടും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.